നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പ് അനുഷ്ഠിച്ചിരുന്ന ഒരു മാസമാണ് ഷഅബാൻ എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അത് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം: ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറ മിൻ ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിനേക്കാൾ അധികമായി മറ്റു മാസങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നില്ല. സുന്നത്ത് നോമ്പാണ്, റമദാൻ ഫർളാണ്. ഇതര മാസങ്ങളെ കുറിച്ചാണ്. ഷഅബാനിനേക്കാൾ അധികം നോമ്പ് ഒരു മാസങ്ങളിലും അനുഷ്ഠിച്ചിരുന്നില്ല. ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലഹു. ഷഅബാനിൽ അധികവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പൊ ഇതിൽ ഷഅബാൻ നമുക്കൊരു കളരിയാണ്. റമദാനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള മാസമാണ്. കാരണം റമദാന്റെ സവിശേഷം നമുക്കറിയാമല്ലോ, ഓരോ നിമിഷവും വിലയേറിയതാണ്. പുണ്യങ്ങളുടെ മാസമാണ്, പാപമോചനത്തിന്റെ റഹ്മത്തിന്റെ മാസം. അപ്പൊ അവിടെ നേരിട്ട് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് ആരാധനകൾ ഇന്ന് ഡൗണായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരുപാട് ഇബാദത്തുകൾ, തറാവീഹ്, ഖുർആൻ പാരായണം, സുന്നത്ത് നിസ്കാരം, ഒപ്പം നോമ്പ്, ഇതൊക്കെ കൂടെ വരുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം പിന്നിടുമ്പോൾ ആ മനുഷ്യൻ ക്ഷീണിതനായിരിക്കാം, ഒരു മടുപ്പ് അനുഭവപ്പെട്ടേക്കാം. അതിൽ നിന്നും ആ മടുപ്പിൽ നിന്ന് അകറ്റുന്ന, അതിന് മനുഷ്യന് ഉന്മേഷവും ഊർജ്ജസ്വലതയും നൽകാൻ ഷഅബാൻ പര്യാപ്തമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചിരുന്നു. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നാളെ ഷഅബാൻ പ്രവേശിക്കുക, നമ്മൾ കഴിയുന്ന രൂപത്തിൽ സുന്നത്ത് നോമ്പുകൾ ധാരാളം എടുക്കുക. കാരണം അത് റമദാനിലേക്ക് പെട്ടെന്ന് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളും തളർച്ചയും ഒരു പരിധിവരെ അത് കുറയ്ക്കും. അങ്ങനെ നമ്മൾ ഉന്മേഷവാന്മാരാണെങ്കിൽ റമദാനിൽ നോമ്പിനൊപ്പം മറ്റ് ആരാധനകൾ കൂടി അധികം ചെയ്യാൻ കഴിയും. നോമ്പെടുത്ത് ക്ഷീണിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുസഹഫ് തുറന്ന് ഒരു പേജ് ഓർമ്മ പഴയും. കുറച്ച് പേര് രണ്ടാമത്തെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ അവനൊരു മടുപ്പ് തോന്നും, കാരണം ശരീരം കുഴഞ്ഞിരിക്കാം. അതേസമയം ഇത് ഷഅബാനിലെ ഘട്ടം ഘട്ടമായി അല്പം വർദ്ധിപ്പിച്ച് വന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമദാൻ ആകുമ്പോൾ അവന്റെ ശരീരം വഴങ്ങിക്കഴിയും. കുറച്ച് ക്ഷീണമൊക്കെ സഹിച്ചാൽ ഇങ്ങനെ തുടരുന്നത് കൊണ്ട് ആരാധനകൾ മെച്ചപ്പെടുത്തി റമദാൻ ആകുമ്പോൾ നന്നായി അവൻ ആക്റ്റീവായി ഇബാദത്തുകളിൽ ഇടപെടാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഷഅബാൻ ഒരു കളരിയാണെന്ന് പറഞ്ഞത്, പരിശീലന കളരി. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഈ മാസം വളരെ പ്രത്യേകതയുള്ള മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഹ്റുൻ തുർഫഉ ഫീഹി അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകത്തിന്റെ റബ്ബിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന, കാണിക്കപ്പെടുന്ന ദിനമാണ്, മാസമാണ് ഷഅബാൻ. എല്ലാ തിങ്കളും വ്യാഴവും അള്ളാഹുവിലേക്ക് അമലുകൾ ഉയരുന്നുണ്ട്. വർഷത്തിൽ ഉയരുന്നത് ഷഅബാനിലാണ് എന്ന് നമുക്ക് കാണാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഷഅബാനിന് പ്രത്യേകതയുണ്ട്. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം നമ്മൾ കൂടുക, ഘട്ടം ഘട്ടമായി സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സജീവമായി ഷഅബാനെയും അതിനെ തുടർന്ന് റമദാനെയും വരവേൽക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.